എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ റിച്ചാൻ്റെ വിവാഹം കഴിഞ്ഞതൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വിവാഹത്തിൻ്റെ ആ ദിവസത്തെ ഫോട്ടോസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വിവാഹം നടന്നതേ അറിഞ്ഞില്ലാത്ത ആളുകളുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ മനസ്സമ്മതത്തിൻ്റെയും കൂടി 2-3 ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തതാണ് കേട്ടോ. ചിലവർ ഇന്നായിരിക്കുള്ളൂ, ചിലപ്പോൾ ഓറിച്ചൻ്റെ കല്യാണം കഴിഞ്ഞാന്നറിയുന്ന ചില ആളുകളുണ്ടാവും, എല്ലാ വീഡിയോയും കാണാത്ത ആളുകൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ മനസ്സമ്മതത്തിൻ്റെ 2-3 ഫോട്ടോ ചേർത്തത്. അപ്പോൾ ഈ രാവിലെ ഒരു 7 മണിക്ക് തന്നെ റിച്ചാർഡൊക്കെ ബ്യൂട്ടി പാർലറിലേക്ക് ഡ്രസ്സ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. മോളാണെന്നുണ്ടെങ്കിലും വളരെ നേരത്തെ തന്നെ അവർക്കാണല്ലോ കൂടുതൽ മേക്കപ്പ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 3 മണിക്ക് 4 മണിക്ക് എന്തോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവർ 2 പേരും വീട്ടിൽ നിന്ന് നേരെ ഇതുപോലെയുള്ള ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, ഇതൊക്കെ ഞങ്ങളുടെ പരിസരത്ത് തന്നെ ഒരുപാടുണ്ട് ഇതുപോലെ മനോഹരമായ ഹോട്ടലുകളും ഹോം സ്റ്റേകളും. അപ്പോൾ അവരിതുപോലെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ സൗകര്യം കൊടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ റെൻറ്റ് കൊടുക്കണം. 3500, 2500 ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ചായിരിക്കുള്ളൂ ആ പൈസ. കൂടുതൽ ആംബിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അവർ പൈസ മേടിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് ഇഷ്ടപ്പെട്ട് ഓരോന്ന് നോക്കിയിട്ട് ഏത് ഹോട്ടലിൽ വേണം എന്നൊക്കെയുള്ളത് നോക്കണത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സമ്മതത്തിൻ്റെ അടുത്തത് തോപ്പുംപടിയിലുള്ള വൈഗ ഇത് ഹോം സ്റ്റേ ആയിരുന്നത്. ആ വൈഗ ഹോം സ്റ്റേയിലായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഏതാണെന്ന് സത്യം പറഞ്ഞ് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചോദിച്ചില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ. ഇപ്പോൾ ആണെങ്കിൽ അവരിവിടെ ഇല്ല താനും ചോദിക്കാനായിട്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പിള്ളേരിവിടെ ഇല്ല. അപ്പോൾ ഇതെവിടെയാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഏതായാലും നമ്മളുടെ ഇവിടെ ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ പരിസരത്ത് ഒരുപാടുണ്ട് ഇതുപോലെയുള്ള ഹോട്ടലുകൾ. അപ്പോൾ അങ്ങനെ അവരുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് പെണ്ണും ചെക്കനും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. കാരണം ഫ്രഷ് ആയിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി അവരുടെ കപ്പിൾ വീഡിയോസ് അതുപോലെ ഫോട്ടോസ് കിട്ടാനാണ് അങ്ങനെ പോയിട്ട്. മനസ്സമ്മതത്തിനും അങ്ങനെ തന്നെ ആയിരുന്നല്ല. അതിനുശേഷം പെണ്ണിൻ്റെ വീട്ടിലേക്കും ചെറുക്കൻ്റെ വീട്ടിലേക്കും വന്നിട്ട് നമ്മളുടെ വീട്ടിലെ ഫോട്ടോഷൂട്ടാണ് അത്യാവശ്യം ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഇനി നമ്മൾ പള്ളിയിലേക്ക് 11 മണിക്കായിരുന്നു കെട്ട് കുർബാന. അപ്പോൾ 11 മണിക്ക് നമ്മൾ പള്ളിയിലേക്ക് കെട്ട് കുർബാനയ്ക്ക് ഒരു 10:30 നമ്മളവിടെ ചെന്നിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കണക്കാക്കിയിട്ടാണ് ഇറങ്ങണം. അപ്പം ഞാനാണെങ്കിൽ ഒരു 8 മണിയോടുകൂടി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മേക്കപ്പും സാരി ഉടുക്കലും, അപ്പോൾ അവർ തന്നെയാണ് നമ്മളെ സാരിയൊക്കെ സെറ്റാക്കി ഉടുപ്പിച്ച് തന്നത്. എനിക്ക് തന്നെ ഉടുക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കാണിക്കാനേ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ എല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറ്റുന്നവരൊക്കെ കഴിച്ച്, പറ്റാത്തവരൊന്നും കഴിച്ചില്ല. ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന അവരെല്ലാവരും തന്നെ വെളുപ്പിനെ വന്ന് നിൽക്കുന്നവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലും കഴിക്കാൻ നേരം കിട്ടിയില്ല, തിരക്കായി. അതായത് നമ്മൾ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും അങ്ങനെ നിന്ന് വരുമ്പോഴേക്കും പിന്നെ നേരം കിട്ടാതെ ഓടിയാണ് പള്ളിയിലേക്ക് എല്ലാവരും തന്നെ എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഭൂരിഭാഗം സാധനങ്ങൾ ആരും കഴിക്കാതെ തന്നെ വീട്ടിൽ ഇരിപ്പായിട്ടാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മഴ ചാറി. നമുക്ക് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ ഡ്രസ് വർക്ക് കിട്ടിയേക്കണോണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ മഴ അപ്പം തന്നെ പോയി. പിന്നെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മഴ ചാറി. അപ്പോൾ പിന്നെ കുട എടുക്കേണ്ടി വന്ന് ചാറിയതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. മഴ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കുർബാനക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കുന്നത് കൊച്ചിരൂപത മെത്രാൻ ആൻ്റണി കട്ടിപ്പറമ്പിലാണ്. അപ്പോൾ ആദ്യം തന്നെ കെട്ടിക്കലാണ് നടക്കുന്നത് കേട്ടോ. സാധാരണ അച്ഛന്മാർ തന്നെയാണ് കെട്ടിക്കുന്നതെങ്കിൽ കുർബാനയുടെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് കെട്ടിക്കലിൻ്റെ ആ ഒരു കർമ്മം തുടങ്ങുന്നത്. പക്ഷേ ഇതിപ്പോൾ മെത്രാൻ നടത്തുന്ന ഈ വിവാഹങ്ങൾക്ക് ആദ്യം കെട്ടിക്കൽ നടത്തി അത് തീർത്തതിന് ശേഷമാണ് നമ്മളുടെ പരിശുദ്ധ കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കുർബാന ചൊല്ലുന്നത് വേറെ അച്ഛന്മാരായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 അച്ഛന്മാരെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെത്രാൻ്റെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കൽ മാത്രം. അതുകൊണ്ട് തന്നെയും ഈ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ മെത്രാൻ ഫ്രീ ആണ്, പോകാം. പിന്നെ ബാക്കിൽ നിൽക്കുന്ന 3 അച്ഛന്മാരാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് കുർബാന അർപ്പിച്ചത്. അപ്പോൾ ഇവരുടെ വിവാഹ ഉടമ്പടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൈക്കൊക്കെ പിടിച്ചിട്ട് നമ്മൾ പറയുന്നത് എല്ലാവർക്കും കേൾക്കണം അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ മന്ത്രകോടി, താലിമാലയെല്ലാം വെഞ്ചരിച്ച് ഇത്രയുള്ള നമ്മളുടെ ചടങ്ങെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ സാധാരണ പോലെ
മറ്റു 3 അച്ഛന്മാരും കൂടി ചേർന്നിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കും. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിവാഹത്തിൻ്റെയും മനസ്സമ്മതത്തിൻ്റെയൊക്കെ ഡേറ്റ് എടുത്ത് തന്നത് നമ്മളുടെ പിതാവ് തന്നെ ആയിരുന്നു. മാസങ്ങൾക്ക് മുൻപേ തന്നെ നമ്മൾ പിതാവിനെ ചെന്ന് കണ്ട് ഡേറ്റ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിതാവ് തന്നെ നോക്കി ഈ ഒരു ഡേറ്റൊക്കെ എടുത്ത് തന്നതായിരുന്നു. കാരണം നമ്മളുടെ മോക്കടെ പപ്പ വരണം, റിച്ചാർഡ് എത്തണം, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളൊരു ഡേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും ആ ഡേറ്റിൽ കാര്യം നടക്കുമോ എന്ന് ഞങ്ങൾക്ക് അവസാനം വരെ സംശയമായിരുന്നു. കാരണം റിച്ചാർഡിനാണെന്നുണ്ടെങ്കിലും മോക്കടെ പപ്പക്കാണെന്നുണ്ടെങ്കിലും വരാൻ ഡേറ്റ് കിട്ടുമോ എന്നൊരു സംശയത്തിൽ ആയിരുന്നു. എങ്കിലും ഏറ്റവും അവസാനം അവർക്ക് ആ ഡേറ്റൊക്കെ ഒത്ത് വന്ന് രണ്ടാളും എത്തി കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താനും സാധിച്ചു. അപ്പോൾ ഈ ഒരു കല്യാണത്തിൻ്റെ സ്പീച്ച് ചെയ്യാൻ വന്നത്, അതായത് ഇത് മണവാട്ടിനെ മണവാളിനെ ഉപദേശിച്ചുകൊണ്ടുള്ളൊരു സ്പീച്ചായിരിക്കുള്ളൂ അന്നത്തെ ദിവസം. അപ്പോൾ ആ ഒരു സ്പീച്ച് ചെയ്തത് ഫാദർ ഡേവിഡ് ആയിരുന്നു. ഡേവിഡ് അച്ഛനും ഞങ്ങളും തമ്മിലും വളരെ ഒരു സ്നേഹബന്ധം പണ്ടേ ഉള്ളതാണ്. അപ്പോൾ പണ്ട് ഡേവിഡ് അച്ഛൻ നമ്മളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അത് ഡേവിഡ് അച്ഛൻ പ്രസംഗത്തിൽ പറയുകയും ചെയ്ത്. അപ്പോൾ പിതാവും ഞാനും ഒരേ കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ 3 കുട്ടികളെയും അച്ഛൻ തന്നെ കല്യാണം കഴിപ്പിക്കണോട്ടാ, കെട്ടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വരണോട്ടാ എന്നൊക്കെ പണ്ടേ വർഷങ്ങൾക്ക് മുൻപേ, ഒത്തിരി വർഷം, എനിക്ക് തോന്നുന്നു റിച്ചാർഡ് ഒരു 5th സ്റ്റാൻഡേർഡിലൊക്കെ ആയപ്പോൾ മുതൽ ഞാനിങ്ങനെ പറഞ്ഞതാണ്. അത്രയും വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞ്. പക്ഷേ ഈ ഒരു സമയമായപ്പോൾ അച്ഛൻ കൊച്ചി രൂപത മെത്രാനായി. അപ്പോൾ ഡേവിഡ് അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത് ഇതാണ്. ഡേവിഡ് അച്ഛൻ ഒരു ദിവസം നമ്മളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആൻ്റണി അച്ഛൻ്റെ അടുത്താണ് 3 മക്കളെയും കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം, കെട്ടിക്കാൻ നിൽക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡേവിഡ് അച്ഛൻ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ കല്യാണത്തിന് എൻ്റെ വക പ്രസംഗം ഉറപ്പാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്ന്. അത് വർഷങ്ങൾക്ക് മുൻപേ. അപ്പോൾ പ്രസംഗത്തിൻ്റെ സമയത്ത് ഡേവിഡ് അച്ഛൻ അത് പറഞ്ഞ്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞ വാക്ക് 2 പേരും പാലിച്ചു കഴിഞ്ഞ് ഇനി നിങ്ങളുടെ ഈ ഒരു വിവാഹ വാഗ്ദാനം നിങ്ങളും പാലിക്കണം. അങ്ങനെ നല്ലൊരു പ്രസംഗം തന്നെ, കുട്ടികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ കയറാൻ പറ്റിയൊരു പ്രസംഗം തന്നെയായിരുന്നു ഡേവിഡ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നമ്മളുടെ ഹോളിലൊക്കെ വന്നിട്ടാണ്, നമ്മളുടെ പള്ളിയുടെ ഹോളിൽ തന്നെ, പാരിഷ് ഹോളിൽ തന്നെ ആയിരുന്നു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മഴക്കാലമാണ്, ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വേറെ വേറെ ഹോളുകളിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് ചോദിച്ചാൽ ആ മുറ്റത്ത് തന്നെ നല്ല പാർക്കിങ്, പള്ളി ഗ്രൗണ്ടിൽ നല്ല പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സമാധാനമായിട്ട് ഫുഡും കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് പോകാം. അല്ലെങ്കിൽ പാർക്കിംഗ് ഒക്കെ കുറവാണെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, മഴക്കാലമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഹോളിന് ഇത്തിരി സൗകര്യം കുറവാണെങ്കിലും ആ ഹോള് തന്നെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മുടെ സ്നേഹയാണ് ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ സ്നേഹ തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഹോളിലേക്ക് കയറി വന്ന ചടങ്ങും പിന്നെ ക്യാൻഡിൽ കത്തിക്കുന്നതും പിന്നെ നമ്മുടെ കേക്ക് കട്ടിങ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ ഫോട്ടോ ഓരോരുത്തർ കയറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാലം നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്ന ആ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ കടന്നു പോയത്. ഈ ഫോട്ടോയിലൂടെ നിങ്ങൾ കണ്ടത് എത്രമാത്രം ദൈവത്തോട് നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയും മനോഹരമായി ഭംഗിയായിട്ട് കാര്യങ്ങളങ്ങനെ നടന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ഫോട്ടോ ഇന്നലെ കിട്ടി. പക്ഷേ നമ്മൾക്കിവിടെ ചടങ്ങുകൾ അങ്ങനെ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ട് ഇത്രയും ദിവസമായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് ആയിരുന്നു. നമ്മുടെ റയന ഞാൻ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. റയൻ്റെ കാര്യം ഓർത്ത് നിങ്ങളെല്ലാവരും തന്നെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അവൻ ജോലിക്ക് വേണ്ടി പോയേക്കുന്നതല്ലേ. അപ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കുക. അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഞാൻ എന്ത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് വ്യത്യാസപ്പെടുത്തി ചിന്തകൾ പോകുന്ന ആ ദിശ ഒന്ന് മാറ്റി പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മാകെ തളർന്നു പോകും. ഇപ്പോൾ റയനില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുറേ ബന്ധുക്കൾ സങ്കടത്തോട് മുഖം വല്ലാതെ വിഷമിച്ചൊക്കെ നിന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുഖത്ത് ഞാൻ ഒരു സങ്കടവും കാണിക്കാതെ തന്നെയാണ് ഇതിനകത്ത് നിന്നത്. കാരണം എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. നമ്മൾ ഒരു ഇപ്പോൾ പ്രതീക്ഷയോടെ ഒരു കാര്യം നടക്കും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അത് നടക്കില്ല എന്നുള്ള ആ ഒരു പോയിന്റിൽ വരൂലേ, അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ
അത്ര നേരമുള്ള ആ ഒരു ചിന്തകളെയൊക്കെ മാറ്റി വളരെ സന്തോഷമായ ഒരു അവസ്ഥയിലേക്ക് വേറൊരു ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇത് ചേച്ചി ഫാമിലിയൊക്കെയാണ്. പിന്നെ ഇതെൻ്റെ കൂട്ടുകാരൻ സാജനും കൂട്ടുകാരി ശ്രീദേവി, സാജൻ്റെ വൈഫും മോളും ഒക്കെ ഇട്ട് നിന്നൊരു ഫോട്ടോയാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഫാത്തിമ ഡോക്ടർ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിൻ്റെ ഹസ്ബൻഡുമാണ്. അപ്പോൾ വളരെ സന്തോഷമായി ഞങ്ങൾ രണ്ടുപേരും ഡോക്ടറിൻ്റെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്താന്നും പറഞ്ഞ് റോജൻ്റെ കൈ കൊടുത്തിട്ട് ഡോക്ടർ അങ്ങനെ പോസ്റ്റ് ചെയ്താണ്. അപ്പോൾ ക്യാമറക്കാരൻ വന്നിട്ട് പറഞ്ഞ് ഞാനും എടുത്തു തരാം നിങ്ങൾക്കൊരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ക്യാമറക്കാരൻ എടുത്തു തന്ന ഫോട്ടോയാണ് അത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ ഫാമിലി, എൻ്റെ കസിൻ സിസ്റ്റേഴ്സും ബ്രദേഴ്സുമാണ് ഈ കാണുന്നത് കേട്ടോ. അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സാഹചര്യം കിട്ടിയില്ല, ഞാൻ തിരക്കായിപ്പോയി. ഇത് പപ്പയുടെ ഫ്രണ്ട്സാണ് കേട്ടോ എല്ലാം. അവരുടെ കൂടെയും എനിക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ സാധിച്ചില്ല. ഇത് റിച്ചാൻ്റെ ഡെൽറ്റ സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട മിസ്സ് ജാൻസി മിസ്സും മോൻ അബിയാണ്. ഇത് റിച്ചാൻ്റെ ഡെൽറ്റയിൽ തന്നെയുള്ള കൂട്ടുകാരൻ, ഡെൽറ്റയിൽ പഠിച്ച കൂട്ടുകാരൻ ബ്രയനാണ് കേട്ടോ. ഇത് പിന്നെ മോക്കയുടെ ഫാമിലി മെമ്പേഴ്സൊക്കെയാണ് ഈ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ പപ്പയുടെ ഫാമിലി മെമ്പേഴ്സാണ് ഈ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ, ഇത് ഷീലു ജെങ്കിൻസ്, മോൻ മിഷേൽ. അപ്പോൾ ഇത് നമ്മളുടെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സാണ് കേട്ടോ. സിന്ധു ബിന്ദു ഒക്കെയാണ് ആ നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാം, എപ്പോഴും തന്നെ റൂണിനെ കാണാറുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഗിൽഡയും ഗിൽഡയുടെ മോളുമാണ് കേട്ടോ. പിന്നെ ഇത് റൂണയുടെ ബ്രദേഴ്സും അവരുടെ വൈഫ് ഒക്കെയാണ് അത്. ഇത് ഷീലുവിൻ്റെ ബ്രദറും വൈഫും ഷീലും ഒക്കെ. അങ്ങനെ ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുത്ത്, ഇതാണ് പപ്പയുടെ കൂട്ടുകാരൻ. ഭയങ്കര ഇവർ പണ്ട് മുതലേ ഉള്ള കൂട്ടാണ്, ധനഞ്ജയനും വൈഫുമാണത്. ഇത് പിന്നെ എൻ്റെ ഫാമിലിയാണ്. എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, ബ്രദറും ബ്രദറിൻ്റെ മോനും മോളും വൈഫും ഒക്കെ കൂടിയിട്ട്. ഇത് നമ്മുടെ സ്നേഹയുടെ മമ്മി, അമ്മൂമ്മ, മദറിൻലോ എല്ലാവരും, ഇത് മോളും എല്ലാം കൂടിയുള്ള ഫോട്ടോയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്, ഇതിങ്ങനെ ഓടിപ്പോകുന്നുണ്ട്, പറയാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ പറയണത് കേട്ടോ. ചിലതിങ്ങനെ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ ഇത് നമ്മളുടെ ആവ്രിൽ, റൂണയുടെ മോള് മാത്രമായിട്ട് റോജറുമായിട്ട് നിന്നത്. ഇതേ റൂണയും കൂടി വന്നിട്ടുണ്ട്, റൂണയും ആവ്രിലും. പിന്നെ ഇതൊക്കെ മോക്കയുടെ റിലേറ്റീവ്സാണ് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ അവരെ ഞാൻ ഇട്ടിട്ട് നമ്മളുടെ അടുത്ത വീട്ടിലെ ചേച്ചി ഹസ്ബൻഡൊക്കെയാണ്. അങ്ങനെ ഫോട്ടോ കാര്യങ്ങളെല്ലാം ഏകദേശം നിങ്ങളെ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. കുറേ അധികം ഫോട്ടോസ് ഉണ്ട്, അതൊക്കെ ഇനി പിന്നീട് നോക്കിയിട്ടൊക്കെ കാണിക്കാം. പിന്നെ നമ്മളുടെ ഫാമിലി ഡൈനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടപ്പോഴേ എല്ലാം കൂടി മിക്സായി പോയിട്ട് ആദ്യത്തെയും ഒക്കെ വീണ്ടും കയറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയാനായിട്ടൊരു ഗ്യാപ്പ് എനിക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ ഇട്ടപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ഇല്ലേ, ഞാൻ ഈ പരിപാടികൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിട്ട് ഓടി വീട്ടിൽ വരണമെന്നുള്ള ഒറ്റ ചിന്തയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഫാമിലി ഡൈനിങ് എന്ന് പറഞ്ഞത് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. അപ്പം ഞാനിവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റൂബിൻ്റെ അടുത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൂബിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് വിളിച്ചു വരുത്തിയ അതിഥികളെ അപമാനിക്കുന്നതിന് തുല്യമായി പോകും. ചിലവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടാവില്ല ഇവരെ കാണുന്നത്. നമ്മൾക്ക് ഇഷ്ടമാണ് അവരെ കാണുന്നത്, നമ്മൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ കുറേ ആളുകൾക്ക് അത് വെറുപ്പും അറപ്പും ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ വിളിച്ചു വരുത്തിയ അതിഥികളുടെ മുന്നിലേക്ക് ഇവളെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് റിച്ചാർഡ് പറഞ്ഞ് മനസ്സിലാക്കി. റിച്ചാർഡ് ഭയങ്കര സങ്കടത്തിലായിരുന്നു. റയനില്ലാത്ത സങ്കടം, അവൻ കരഞ്ഞുകൊണ്ടാണ് നിന്നേച്ചത്. തലേദിവസമൊക്കെ അവന് സങ്കടമായിരുന്നു. അവൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ റിച്ചാർഡ് കരയും. അങ്ങനെയായിരുന്നു റിച്ചാർഡിൻ്റെ കാര്യം. അപ്പോൾ റൂബിനെയും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞപ്പോൾ അതും അവന് വിഷം പോയി. ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിഷമിക്കണ്ട, നമ്മൾ അതിഥികളെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു ഫോട്ടോ വന്നിട്ട് ഞങ്ങളുടെ ജോസ്യങ്ങൾ കേട്ടോ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ നട്ടല് പോലെ കൂടെ നിൽക്കുന്ന അങ്കിളാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയില്ല റൂബിനെ. ഒരു ഫോട്ടോയിൽ റൂബിയില്ല, കാരണം ഇത്രയും തിരക്ക്. മോളുടെ വീട്ടിലെ ബന്ധുക്കളും എല്ലാവരും കൂടി വീട്ടിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഭയങ്കര തിരക്കുള്ള സമയത്ത് റൂബിനെ അങ്ങനെ ഇറക്കാൻ പറ്റില്ല പുറത്തേക്ക്. അതുകൊണ്ട് റൂബിനെ കൂട്ടിൽ തന്നെ, നമ്മൾ കല്യാണത്തിന് പോകുന്ന സമയത്ത് റൂമിൽ തന്നെ അവൾക്ക് എല്ലാ റൂമിലും കയറി നടക്കാം. മോളൊക്കെ വീട്ടിലേക്ക് കയറാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ റൂബിനെ കൂട്ടിൽ ആണ് ഇട്ടത്. അവരെല്ലാവരും പോയതിന് ശേഷമാണ് റൂബിനെ പുറത്തേക്കൊക്കെ വിട്ടത്. അതുകൊണ്ട് ഒരു ഫോട്ടോയിലും റൂബിയില്ല. അത് സാരമില്ല, നമ്മളുടെ മനസ്സിലല്ലേ അവളുടെ ഏറ്റവും വലിയ സ്ഥാനം. അപ്പോൾ അത് മതി എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ആശ്വസിപ്പിച്ച്, അല്ലാതെ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും നമ്മളുടെ ഫാമിലി ഡൈനിങ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം ഞാൻ ഇറങ്ങി ഓടി വീട്ടിലേക്ക് വന്നിട്ടാണ്.
നമുക്ക് ഈ പള്ളിയിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ഉള്ള കേട്ടോ വീട്ടിലേക്ക്, കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഞാൻ പോന്നപ്പോൾ എൻ്റെ കൂടെ ഗിൽഡയും എൻ്റെ ചേച്ചിയും പോന്നിട്ടുണ്ടായിരുന്നു. കാരണം മോളും മോളുടെ ഫാമിലി റിലേറ്റീവ്സും എല്ലാവരും കൂടി ഇങ്ങനെ കയറി വരുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ അവർക്കെല്ലാവർക്കും കുറച്ച് കാപ്പിയും ചെറിയൊരു സ്നാക്കൊക്കെ ഇട്ടൊക്കെ എടുത്ത് വെക്കണം. അപ്പം ഞാൻ രാവിലെ തന്നെ കാപ്പി തിളപ്പിച്ചിട്ട് നമ്മളുടെ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചേച്ച് അതെൻ്റെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാണ് അങ്ങനെ ചെയ്തിട്ട് വന്നാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ച കാപ്പി നല്ല തിളച്ച പോലെ തന്നെ ഇരുന്നേച്ച് അതെടുത്ത് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സും അങ്ങനെയൊക്കെ. പിന്നെ നമ്മളുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമില്ലാത്ത റോജറിനെ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നപ്പോൾ ഗിൽഡയുടെ ഒപ്പം ഗിൽഡയുടെ മോളുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ്, അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്താണ് ഗിൽഡ എനിക്കൊരു വീഡിയോ അയച്ചു തന്ന്. ഞാൻ കല്യാണവും കഴിഞ്ഞ് നേരെ വീട് തുറന്നകത്ത് കയറുമ്പോൾ റൂബി എന്നെ കണ്ട് ആ ഒരു സന്തോഷം പ്രകടനം അതെങ്ങനെ ആരെടുത്തെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ഫോണെല്ലാം ഞാൻ വീട്ടിൽ വെച്ച് പൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം പറഞ്ഞ് അത് കുഞ്ഞും എടുത്താണ്, ഗിൽഡയുടെ മോള് കൂടെ ഉണ്ടായിരുന്നു, അവൾ എടുത്താണെന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് അത് ഷെയർ ചെയ്ത് തന്നത് നിങ്ങളെ കാണിക്കാം. അമ്മിയുടെ മുത്തേ കുഞ്ഞി പേടിച്ച അമ്മിയുടെ മുത്ത് പേടിച്ച എന്നെ കൂടെ അപ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ആ ഒരു വീഡിയോ കുഞ്ഞു എടുത്തത് കണ്ടു ഒരുപാട് സന്തോഷം തോന്നി. അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാനായിട്ട്. അതൊന്നും എടുക്കാൻ പറ്റിയൊരു സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾ അത് എടുത്ത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കയറി പുറകെ മോളും ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് എല്ലാവരും. അപ്പോൾ അങ്ങനെ നെറ്റിയിൽ കുരിശ് വരച്ച് മാലയിട്ട് അത് കൊന്തയാണ് കേട്ടോ, കൊന്തയിട്ട് തിരി കത്തിച്ച് കൊടുത്ത് അങ്ങനെ അകത്തേക്ക് കയറ്റിയിട്ട് ആ തിരി കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ നമ്മുടെ ഓൾട്ടറിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കും. അങ്ങനെ മോള് നമ്മളുടെ വീട്ടിലേക്ക് വലതുകാല് വെച്ചിങ്ങോട്ട് കയറി നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമായി മാറി. നമ്മുടെ കുടുംബം വളർന്ന് ഇനി മുന്നോട്ട് കുടുംബം ഇനിയും വളർന്ന് വളരെയധികം വലിയൊരു കുടുംബമായിട്ട് മാറും എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ അത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾ അനുഗ്രഹങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതൊക്കെ കണ്ട് അവരും വായിക്കുന്നുണ്ട്, മോളും വായിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. 2 ഫാമിലിക്കും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻറ്റ്സ് 2 ഫാമിലിയിലെ ആളുകളും വായിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ അകത്ത് കയറി ഇനിയിപ്പം മോളെ കൈപിടിച്ചേൽപ്പിച്ചിട്ട് അവർ തിരിച്ച് പോകുന്ന വീട്ടിലേക്ക്. പിറ്റേ ദിവസം തന്നെ മോളെ അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. കാരണം മോക്കടെ പപ്പയ്ക്ക് ഇനി ലീവില്ല. 20-ാം തീയതി മോക്കടെ പപ്പ തിരിച്ച് പോകും, അതായത് നാളെ. അപ്പോൾ ചടങ്ങുകൾ അങ്ങോട്ട് കൊണ്ടുപോകൽ ഇങ്ങോട്ട് കൊണ്ടുവരവ് ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്നാണ് നടത്തുന്നത്. അപ്പോൾ 15-ാം തീയതി കല്യാണം, 16-ാം തീയതി അങ്ങോട്ട് കൊണ്ടുപോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞത് ഞാനും ഗിൽഡയും ചേച്ചിയും സ്നേഹയുമായിരുന്നു. ഞങ്ങൾ ഈ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങോട്ടൊക്കെയാണ് മാറ്റേണ്ടത്, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ്. ഇതെന്തൊക്കെ ചെയ്യും നമ്മൾ 2-3 ദിവസമായിട്ട് വളരെയധികം ടയേർഡാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള കുറേ തിരക്കുകളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഞങ്ങളെ തന്നെ ബംഗാളികൾ എന്നാണ് വിളിച്ചത്. ബംഗാളികൾ മോശക്കാരാണെന്ന് പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ ഒരു പറയുമല്ല എന്ന് പറഞ്ഞ പോലെ പറഞ്ഞതാണ്. ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേസ്ട്രിയൊക്കെ ഒത്തിരി ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഈ ബോക്സുകളിൽ. അപ്പം നമ്മൾ ഡിസേർട്ടിൽ കൊടുത്തത് ഐസ്ക്രീമും ഗുലാബ് ജാമുനും പിന്നെ പേസ്ട്രി, കപ്പ് കേക്ക്, ഡോണട്ട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളുടെ ഫുഡെന്ന് പറയാനായിട്ട് ചിക്കൻ ബിരിയാണി കോമൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും മീൻ വറ്റിച്ചത്, കരൾ കറി, ബീഫ് കറി, പിന്നെ പച്ചക്കറികൾ, അങ്കമാലി മീൻ കറി, അങ്ങനെയൊക്കെ ചെമ്മീൻ പൊടി, മീൻ പൊടി, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ. പിന്നെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ സ്റ്റാർട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒരു വെജിറ്റേറിയനും പിന്നെ 2 മീറ്റ് റോള്, ചിക്കൻ റോള്, ഇത് മീറ്റ് ബോൾസ്, പിന്നെ എന്താണ് വെജിറ്റബിൾ സമൂസ, അങ്ങനെയൊക്കെ ആയിരുന്നു.
പിന്നെ വെള്ളയപ്പം, സ്റ്റ്യൂവ്, പോർക്ക്, ഡിന്നർ റോൾസ്, പിന്നെ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് വേറെ വെജിറ്റബിൾ ബിരിയാണി, ഗോബി മഞ്ചൂരിയൻ, വെജ് സ്റ്റൂ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 7:30 മണിയോട് കൂടിയിട്ട് മോക്കടെ വീട്ടിൽ നിന്ന് വീണ്ടും കുറച്ച് ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഒരു കേക്കും കൊണ്ടാണ് വന്നത്. അപ്പോൾ അത് പിന്നെ കട്ട് ചെയ്ത് ലൈറ്റാ അല്ല മുറിച്ച ഫുള്ള് ലൈറ്റും മറഞ്ഞിരിക്കുക. പെരുന്നാൾ എടുക്കാൻ പോലെ ഇല്ലേ? കട്ട് ചെയ്യും. അതിൻ്റെ ഇതിനകത്തൊക്കെ അല്ലേ നിങ്ങൾ കഴിക്കുക. ആദ്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അങ്ങനെ അവർ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ റോജർ അന്ന് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും നമ്മൾക്കൊരു സങ്കടമായിരുന്നു. സെയിം ഡേ തന്നെ ആയിരുന്നു റോജർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം റോജറിന് ഇത്രയും ദിവസം തന്നെ ഒരുവിധം കഷ്ടപ്പെട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല, അവിടെ തന്നെ പോയി ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇത്രയും ദിവസം റോജർ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനിയും വൈകിക്കാൻ പറ്റൂല, കല്യാണം കഴിഞ്ഞതാ, എനിക്ക് പോകണം, ഇതുവരെയും ഞാനൊരു വിധത്തിൽ പിടിച്ചു നിന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ റോജറും ഇറങ്ങിയിട്ടുണ്ട്. അതും നമുക്കൊരു വിഷമമാണ്, എങ്കിൽ തന്നെയും കുഴപ്പമില്ല. ജോലിക്ക് വേണ്ടി പോകുന്നതല്ലേ, അതുകൊണ്ട് സാരമില്ല. ഇപ്പോൾ റയൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പോക്കല്ലേ, അതുകൊണ്ട് സാരമില്ല. അത് വേണ്ടതാണല്ലോ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വിട്ടിട്ട് വേറെ കാര്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ജോലി തന്നെയാണ്. അങ്ങനെ റോജറിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ റോജർ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിക്കാരന് കുറച്ചൊരു സംശയം, വഴി ഏതാണെന്ന് അറിയില്ലാതെ. നമ്മൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും വലിയ റോഡുകളുള്ളതുകൊണ്ടേ എവിടെ നിൽക്കണമെന്നൊക്കെ മിക്ക വണ്ടിക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എത്രയും പറഞ്ഞു കൊടുത്തിട്ടും ലൊക്കേഷൻ കറക്റ്റ് കൊടുത്തിട്ടൊന്നും ആൾ വന്നില്ല. അപ്പോൾ റോജർ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അയാളുടെ വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കോളാം, ഇനി അയാളായിട്ട് കഷ്ടപ്പെടുത്തണ്ട. ദൂരെ നിന്ന് വരുന്ന ചില ആളുകൾക്കൊക്കെ ഒരു പിടുത്തം ഉണ്ടാകില്ല വഴികളെ. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനിതേ അങ്ങോട്ട് പോരെ. പലതവണ വിളിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. അങ്ങനെ അവൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതേ അവൻ വേഗം തന്നെ മുന്നോട്ട് പോയിട്ടാണ്. അങ്ങനെ റോജറിൻ്റെ പോക്കും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് കയറി. പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പണിയായിരുന്നു. രാത്രിയായിട്ടും പണിയൊന്നും തീർന്നില്ല. ഒരുപാട് ലേറ്റായിട്ടാണ് ഗിൽഡൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. സ്നേഹം അതുപോലെ തന്നെ ചേച്ചിയൊക്കെ കുറേ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടാണ് പോയത്. ബാക്കിയുള്ള പണികൾ ഒന്നും തന്നെ എനിക്കും പപ്പക്കും ചെയ്ത് തീർക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ അത്രയും ടയേർഡായിരുന്നു. അതുകൊണ്ട് പപ്പ പറഞ്ഞ് ഞാനും പപ്പയും രാത്രി നല്ല രീതിയിൽ കിടന്നുറങ്ങി ക്ഷീണം മാറ്റിയിട്ട് രാവിലെ ബാക്കി ജോലികൾ ചെയ്യാം എന്ന് പറഞ്ഞ് രാത്രി അങ്ങനെ ജോലികളെല്ലാം ഇട്ടിട്ടാണ് പോയി കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ജാതിക്കായ അതുപോലെ ഒരു കൊല ഏത്തപ്പഴം ഇതെനിക്ക് കൊണ്ടുവന്ന് തന്നത് നമ്മളുടെ ബെല്ല ആയിരുന്നു കേട്ടോ. ബെല്ല വന്നിട്ട് കാറിൽ ഇതെല്ലാമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇത് CC പ്ലാന്റ് ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ പച്ച കളറിലെ CC പ്ലാന്റ് എനിക്ക് നേരത്തെ തന്നിട്ടുണ്ട്, ബ്ലാക്കും കൂടി കൊണ്ടുവന്ന് തന്ന്. അതുപോലെ പിള്ളേർക്ക് 2 പേർക്കും ഡ്രസ്സും കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് ബെല്ല പോയിട്ടുണ്ടാകുന്നത്. അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ ക്ഷീണങ്ങളൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റുട്ടീൻ കറക്റ്റായി വന്നിട്ടില്ല. പഴയതുപോലെ റുട്ടീനൊക്കെ കറക്റ്റായി വന്നിട്ട് ഇനി നമ്മൾക്ക് പുതിയ വീഡിയോസ് നമ്മൾ നേരത്തെ ഇട്ട പോലെയുള്ള വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്